പലപ്പോഴും പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടർ എനിക്ക് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് വിട്ടുമാറാത്ത കഴുത്ത് വേദന അല്ലെങ്കിൽ നടുവേദനയുണ്ട്. എന്നാൽ എല്ലാ ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും എക്സ്റേ എല്ലാം നോർമലാണ്. അപ്പോൾ എന്താണ് ഇത്? എൻ്റെ മാനസിക പ്രശ്നമാണോ, അതോ ഇത് തേയ്മാനമാണോ, നീർക്കെട്ടാണോ? അങ്ങനെ കുറേ ഒരു ആൻഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു ടെസ്റ്റിലും കാണാത്ത എന്നാൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു ക്രോണിക് പെയിൻ സിൻഡ്രോമാണ്. അതാണ് മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം, അഥവാ സിമ്പിളായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ പേശിവേദന. ഞാൻ ഡോക്ടർ വിനീത, ട്രിവാൻഡ്രം റൂമ കെയറിൽ ഇൻ്റർവെൻഷണൽ പെയിൻ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഈ പെട്ടെന്ന് ഒരു എന്തെങ്കിലും വെയിറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം കുറച്ച് കൂടുതൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേശിവേദന അല്ല ഇത്. അത് സാധാരണ ഈ പെട്ടെന്നുണ്ടാകുന്ന അക്യൂട്ട് മസിൽ പെയിൻ യൂഷ്വലി മസിൽ സ്പാസം കാരണമാണ്. അപ്പോൾ കുറച്ച് വേദന സംഹാരികൾ എടുക്കുകയും മസിൽ റിലാക്സൻസ് എടുക്കുകയും ചെയ്യുമ്പോൾ അത് ഏതാനും ദിവസം കൊണ്ട് അത് മാറുകയും ചെയ്യും. ഞാനീ പറഞ്ഞ മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം എന്ന് പറയുന്നത് മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടും വിട്ടുമാറാൻ നിൽക്കുന്ന പേശിവേദനയാണ്. അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ കഴുത്തിനെയാണ്, നെക്ക് പെയിൻ ആണ്. പിന്നെ ഈ രണ്ട് ഷോൾഡർ ബ്ലേഡ്സിന് ഇടയ്ക്കുള്ള അപ്പർ ബാക്ക് ആ റീജിയനിൽ വരാം, ലോ ബാക്കിൽ നടുവിൽ വരാം, പിന്നെ വളരെ കോമൺ ആയിട്ട് ഈ ബട്ടക്സിൽ ഈ ഗ്ലൂട്ടിയൽ റീജിയനിൽ വരാം. അപ്പോൾ എന്താണ് ഈ മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം? അപ്പോൾ ശരിക്കും ഈ മയോഫേഷ്യൽ പെയിൻ രണ്ട് രീതിയിലുണ്ട്. പ്രൈമറി മയോഫേഷ്യൽ പെയിനും ഉണ്ട്, സെക്കൻഡറി മയോഫേഷ്യൽ പെയിനും ഉണ്ട്. പ്രൈമറി മയോഫേഷ്യൽ പെയിൻ എന്ന് പറയുമ്പോൾ അത് പ്രൈമറി ആയിട്ട് തന്നെ മസിലിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒരുപാട് നേരം ഈ കുനിഞ്ഞിരുന്ന് ജോലി ചെയ്യുമ്പോൾ, നമ്മൾ ഫോൺ നോക്കാനോ അല്ലെങ്കിൽ സിസ്റ്റം നോക്കാനോ ഒക്കെ ആയിട്ട് ഒരുപാട് നേരം കുനിഞ്ഞിരിക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ വീട്ടമ്മമാരൊക്കെ ഒരുപാട് നേരം അടുക്കളയിലൊക്കെ കുനിഞ്ഞു നിന്ന് ജോലികൾ ചെയ്യുമ്പോൾ നടുവിൽ വരാം. ഈ പേശികൾ ഒരുപാട് സമയം ഇങ്ങനെ ഒരേപോലെ പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ഈ പേശിയുടെ ഫൈബേഴ്സ്, മസിൽ ഫൈബേഴ്സിനകത്ത് നോട്ട്സ് ഫോം ചെയ്യുന്നു. ഞാൻ പലപ്പോഴും പേഷ്യൻസ് അടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്, നമ്മുടെ തലമുടിയിലൊക്കെ നോട്ട്സ് വീഴുമല്ലോ, അതുപോലെ ഈ മസിൽ ഫൈബേഴ്സിൽ നോട്ട്സ് വീഴും. ഭയങ്കര ഹൈപ്പർ ഇറിറ്റബിൾ ആയിട്ടുള്ള, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള നോട്ട്സാണിത്. അപ്പോൾ ഇങ്ങനെ നോട്ട്സ് വീണ് കഴിഞ്ഞാൽ പിന്നീട് ഈ മസിൽ എപ്പോഴൊക്കെ ഉപയോഗത്തിൽ വരുന്നു, നമ്മൾ കുനിഞ്ഞിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുനിഞ്ഞ് എന്തെങ്കിലും എടുക്കാൻ വേണ്ടി കുനിയുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ ഈ മസിൽസ് ആക്ഷനിൽ വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടാകും. കാരണം ഇത് പ്രോപ്പർലി ഈ മസിൽസ് കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നില്ല. അതാണ് ഈ പ്രൈമറി മയോഫേഷ്യൽ പെയിൻ. സെക്കൻഡറി മയോഫേഷ്യൽ പെയിൻ എന്ന് വെച്ചാൽ മറ്റെന്തെങ്കിലും ഒരു പ്രൈമറി കോസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ ഒരു അനന്തരഫലമായിട്ട് മസിലിൽ പ്രോബ്ലംസ് ഉണ്ടാകുക. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, വൈറ്റമിൻ D3, അയൺ, വൈറ്റമിൻ B12 അങ്ങനെയുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയിൽ വരാം. പിന്നെ തൈറോയിഡിൻ്റെ ഇഷ്യൂസിൽ വരാം. ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിക് കണ്ടീഷൻസിൽ വരാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ സെക്കൻഡറി മയോഫേഷ്യൽ പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ മയോഫേഷ്യൽ പെയിൻ കണ്ടുപിടിക്കുന്നത്? മയോഫേഷ്യൽ പെയിൻ മെയിൻലി ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. ഈ അഫക്റ്റഡ് മസിൽ നമ്മൾ ഡോക്ടർ പാൽപേറ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ നോട്ട്സ്, ആ നൊഡ്യൂൾസ് പോലെ നമുക്ക് അത് മസിലിൽ ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ അതിന് ട്രിഗർ പോയിൻറ്റ്സ് എന്ന് പറയും. ഈ ട്രിഗർ പോയിന്റിൽ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് സാധാരണ ഉണ്ടാകുന്ന പോലത്തെ ഒരു വേദന ആ സമയത്ത് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ക്ലിനിക്കലിയാണ് നമ്മൾ ഈ മയോഫേഷ്യൽ പെയിൻ ആണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര എക്സ്റേ എടുത്താലും സ്കാൻ ചെയ്താലും ബ്ലഡ് ടെസ്റ്റ് എടുത്താലും ഒക്കെ മസിലാണ് പ്രോബ്ലം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എല്ലാം നോർമലായിരിക്കും. പക്ഷേ നമ്മൾ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട്, കാരണം മറ്റ് സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒന്നും ഇല്ല എന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട്. ഇനി ഇത് മയോഫേഷ്യൽ പെയിൻ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? ആദ്യം കറക്റ്റ് ദ കോസ് എന്നുള്ളതാണ്. അതിൻ്റെ കോസ് എന്താണോ അത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കോസ് പോസ്ചർ തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ മയോഫേഷ്യൽ പെയിൻ്റെ ട്രീറ്റ്മെൻറ്റ്? ഇത് ഒരു ട്രീറ്റബിൾ കണ്ടീഷനാണോ? സോ ഫസ്റ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ദ കറക്റ്റബിൾ എന്നുള്ളതാണ്. എന്താണോ ഇതിൻ്റെ കോസ് അത് നമ്മൾ കറക്റ്റ് ചെയ്യാം. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് പോസ്ചർ തന്നെയാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ലൈക്ക് പോസ്ചറൽ കറക്ഷൻസ്, പിന്നെ ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസ്, എക്സസൈസസ്, അപ്പോൾ അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് ആദ്യം. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, ഇപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, അയൺ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പിയാണ്.
ഫിസിയോതെറാപ്പിയിൽ അൾട്രാസൗണ്ട് പോലുള്ള ഉപകരണങ്ങൾ വച്ചുള്ള മസാജ്, ഹോട്ട് ഫോമൻറ്റേഷൻ ഇതൊക്കെ മസിൽസ് റിലാക്സ് ചെയ്യാനും പ്രോപ്പർലി കോൺട്രാക്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് എക്സസൈസസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് മസിലാണോ അഫക്റ്റഡ് അതിൻ്റെ സ്ട്രെച്ചിങ് എക്സസൈസസ് നമുക്ക് ഈ വേദന കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കുന്നു. അത് റുട്ടീൻലി എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യേണ്ടതാണ്. പിന്നെ പെയിൻ കില്ലേഴ്സും മസിൽ റിലാക്സൻസും ഒക്കെ നമ്മൾ ഈ പെയിൻ തുടങ്ങുന്ന ആദ്യത്തെ കുറച്ച് കാലം കൊടുക്കാൻ നല്ലതാണ്. പക്ഷേ ദീർഘനാൾ നമുക്ക് എന്തായാലും ഈ മരുന്നുകൾ കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് മെഡിക്കേഷൻസിന് ഈ ക്രോണിക് മസിൽ പെയിനിൽ വലിയ റോളില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി, ഇപ്പോൾ ഫിസിയോതെറാപ്പിയിലും എക്സസൈസിലും മരുന്നുകളിലും ഒന്നും മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് അഥവാ ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ മസിലിലോട്ടുള്ള നീഡിലിംഗ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് നീഡിൽ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഡ്രൈ നീഡിലിംഗ് ആണ്. അതായത് ആ നീഡിൽ ഈ അഫക്റ്റഡ് മസിൽസിലോട്ട് അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടു കൂടി ഈ മസിൽസിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കുറച്ച് നേരം മസിൽസിൽ വച്ചതിന് ശേഷം ആ നീഡിൽ എടുത്തു മാറ്റുന്നു. അതാണ് ഡ്രൈ നീഡ്ലിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നീഡ്ലിംഗ് മൊഡാലിറ്റി എന്ന് പറയുന്നത് ട്രിഗർ പോയിൻറ്റ് ഇഞ്ചെക്ഷൻസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ എഗെയിൻ അൾട്രാസൗണ്ടിൻ്റെ സഹായത്തിൽ ഈ മസിൽ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നീഡിലിട്ടിട്ട് തരിപ്പിക്കാനുള്ള മെഡിസിൻ, നമ്മൾ പല്ലൊക്കെ എടുക്കുമ്പോൾ തരിപ്പിക്കാൻ വെക്കുന്ന മെഡിസിൻ ഉണ്ടല്ലോ, ലോക്കൽ അനസ്തറ്റിക്. അപ്പോൾ ആ തരിപ്പിക്കാനുള്ള മെഡിസിൻ ഇട്ടതിന് ശേഷം എല്ലാ ഡയറക്ഷനിലും ഇങ്ങനെ നീഡിൽ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മയോഫേഷ്യൽ പെയിനിൽ, പേശിവേദനയിൽ ഉണ്ടാകുന്ന നോട്ട്സ് ഉണ്ട്, നൊഡ്യൂൾസ് ഉണ്ട്, അതെല്ലാം നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ നീഡിലിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു എഫക്റ്റീവ് ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ എക്സസൈസസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ വേദനയ്ക്ക് 100% റിലീഫ് കിട്ടുന്നതാണ്. അത് വീണ്ടും വരാതിരിക്കാനും അത് സഹായിക്കും. അപ്പോൾ ഈ ടെസ്റ്റുകളിലും മറ്റ് സ്കാനിലും ഒന്നും മനസ്സിലാകാത്ത എന്നാൽ വളരെ സാധാരണമായി കണ്ടുവരുന്നൊരു പ്രോബ്ലമാണ് ഈ മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം. അത് നേരത്തെ ഡിറ്റക്റ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം ഉള്ള ഒരു കണ്ടീഷനാണ്.